നിവിൻ പറഞ്ഞത് കേട്ട് പല്ലവി ഞെട്ടി. നിവിനിപ്പോ എവിടെയാണ്? നിന്റെ വീടിന് മുൻപിൽ. ഉടനെ കോളിംഗ് ബെൽ അമർന്നു. പല്ലവിയുടെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. അവൾ എന്ത് ചെയ്യണോന്നറിയാതെ നിന്നുപോയി. ഈ സമയത്ത് ആരാണോ എന്തോ മോഹൻ അകത്തു നിന്നും ഇറങ്ങി വന്നു. മോഹൻ ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന നിവിനെ കണ്ടൊന്ന് അമ്പരന്നു. ഹായ് അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? നിവിൻ വളരെ സൗമ്യമായി പറഞ്ഞു. എനിക്ക് മനസ്സിലാവാതിരിക്കുമോ മോനെ? മോനെന്താ ഈ സമയത്ത് ഇവിടെ? അത് പിന്നെ അങ്കിൾ, എനിക്ക് ഓഫീസിൻ്റെ ഒരു കാര്യമായിട്ട് ഇവിടെ നാട്ടികയിലൊരു മീറ്റിംഗ് ഉണ്ട് നാളെ വൈകിട്ട്. ഈ സംഭവം അറിഞ്ഞു തന്നെ വൈകുന്നേരമാണ്. അതുകൊണ്ട് അപ്പം തന്നെ വരേണ്ടി വന്നു. ഈ സമയത്ത് 2-3 ഹോട്ടൽ തിരക്കി, ഒരിടത്തും അവൈലബിലിറ്റി ഇല്ല. നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ ചെയ്യുക? രാവിലെ 10 മണിക്ക് മീറ്റിംഗ്. പപ്പയെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ, പഴയ വീട് തന്നെയാണെന്ന ഓർമ്മ ഉണ്ടെങ്കിൽ അവിടേക്ക് പൊക്കോളാൻ, ഇല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് സർവീസ്, അതാണ് തിരക്കി പോകുന്നത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ഇരിക്കാനായിരുന്നു. ഒരു വിധത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കൊതുക്. അങ്കിളിന് ബുദ്ധിമുട്ടാണെങ്കിൽ നീവിൻ എത്ര വിദഗ്ധമായാണ് കള്ളം പറയുന്നതെന്ന് പല്ലവി ചിന്തിച്ചു. എന്താ മോനെ ബുദ്ധിമുട്ടോ? നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നേനെയല്ലോ. മോൻ കയറി വാ. മോഹൻ സന്തോഷത്തോടെ നിവിനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് കയറിയതും നിവിൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് പല്ലവിയുടെ രൂപമായിരുന്നു. ഒരു ഫുൾ പാവാടയും 3/4 കോട്ടൺ ടോപ്പുമായിരുന്നു അവളുടെ വേഷം. മുടി പോണിട്ടയിൽ കെട്ടി മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മോളെ, നിവിന് കുടിക്കാൻ എന്തേലും എടുക്ക്, മോഹൻ പറഞ്ഞു. അയ്യോ വേണ്ട അങ്കിൾ. മോൻ വല്ലതും കഴിച്ചോ? ഇല്ല അങ്കിൾ. എങ്കിലൊന്ന് പോയി ഫ്രഷായി വാ, അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടായി അല്ലേ അങ്കിൾ? എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? മോളെ, നിവിനൊരു റൂം ശരിയാക്കി കൊടുക്ക്. പല്ലവി തലയാട്ടി. മുകളിൽ ആരെങ്കിലും താമസമുണ്ടോ അങ്കിളെ? ഇല്ല മോനെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ മുകളിലെ റൂം മതിയായിരുന്നു. ഞങ്ങൾ താമസിച്ചതല്ലേ. ഒരു നൊസ്റ്റാൾജിയ. അയ്യോ, അതെല്ലാം പൊടി പിടിച്ച് കിടക്കുമോ മോനെ? കുറേ നാളായി വാടകയ്ക്ക് കൊടുക്കാറില്ല. ഓ, എങ്കിൽ സാരമില്ല അങ്കിൾ. മോൻ അകത്തേക്ക് ചെല്ല്, അവൾ മുറി റെഡിയാക്കി കാണും. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്കിളാണോ കുക്കിംഗ്? എനിക്കറിയാം. മോള് വന്നാൽ പിന്നെ ഞങ്ങൾ ഷിഫ്റ്റായിട്ടാണ്. കറി അവൾ ഉണ്ടാക്കും, ചപ്പാത്തി ഞാൻ. കൊള്ളാലോ, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. എൻ്റെ മോനെ, പോയി കുളിച്ചിട്ട് വാ. അയാൾ പോയതും അവൻ അകത്തേക്ക് നടന്നു. അവിടെ കട്ടിലിൽ ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്നു പല്ലവി. അരികിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മാത്രം ഞാൻ വെറുതെ നനച്ചുപോയി. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി നിവിൻ അകത്തേക്ക് കയറി. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ഒരു ഫുൾ സ്ലീവ് ബെന്നിനും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. കയ്യിലൊരു ലാബ് ബാഗും ട്രാവൽ ബാഗും. എങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിവിൻ വൈകുന്നേരം വിളിച്ചപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. ഈ വഴിയൊക്കെ നിവിന് ഓർമ്മയുണ്ടായിരുന്നോ? എൻ്റെ ആദ്യ ചുംബനം നടന്ന സ്ഥലമല്ലേ, പിന്നെ ഓർമ്മയില്ലാതെ? നിവിന് അതൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ലാതിരിക്കുമോ? അതിൻ്റെ പേരിലല്ലേ നീ എൻ്റെ തലയിലായത്? അവൾ മുഖം കൂർപ്പിച്ചു. പിണങ്ങി നിന്നു. അവൻ ബാഗൊക്കെ കട്ടിൽ വെച്ച് അവൾക്ക് നേരെ ചെന്നു. അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവളുടെ താടിത്തുമ്പ് പിടിച്ചു പൊക്കി അവൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരാളെ മാത്രമേ ചുംബിച്ചിട്ടുള്ളൂ. അത് നീ മാത്രമാണ്. അവളുടെ മുഖത്ത് ചിരി വിടർന്നു. അവൻ അവളുടെ മുഖത്തിന് നേരെ ചെന്നതും അടുക്കളയിൽ നിന്നും മോഹൻ വിളിച്ചു. മോളെ. നശിപ്പിച്ചു, നിവിൻ പറഞ്ഞു. അവൾക്ക് ചിരി വന്നു. അല്ലേലും ഈ അമ്മായിയച്ചന്മാരെല്ലാം പാറയാണ്, നിവിൻ പറഞ്ഞു. ദേ, എൻ്റെ അച്ഛനെ ഒന്നും പറഞ്ഞേക്കില്ല. അവൾ അവൻ്റെ മൂക്കിലൊന്ന് പിച്ചി. ശേഷം പുറത്തേക്ക് ഓടി. നിവിൻ ചിരിച്ചുകൊണ്ട് ബാഗ് തുറന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി പോയി. അവൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ മുറിയിൽ മോഹൻ ഉണ്ടായിരുന്നു. സൗകര്യമൊക്കെ കുറവാ മോനെ. എന്താ അങ്കിളേ ഇത്? എന്നോട് അങ്ങനെയൊന്നും പറയാതെ. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നിവിൻ്റെ പെരുമാറ്റം മോഹന് നന്നായി ഇഷ്ടമായി. ഭക്ഷണം കഴിച്ചപ്പോൾ അവനത് നന്നായി ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നതെന്ന് പല്ലവിക്കും മോഹനും മനസ്സിലായി. മാധുവിൻ്റെ ചിക്കൻ കറി സൂപ്പർ. എന്തായാലും ഇവളെ കെട്ടിക്കൊണ്ടു പോകുന്നവൻ ഭാഗ്യമുള്ളവനാണ്, നല്ല കൈപുണ്യമാണ്. നിവിൻ പറഞ്ഞത് കേട്ട് പല്ലവി അന്തം വിട്ട് അവനെ നോക്കി. എൻ്റെ മോളായോണ്ട് പറയല്ല, ഇവൾ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ, മോഹൻ അഭിമാനത്തോടെ പറഞ്ഞു. അതെനിക്കറിയാം, അന്ന് പായസം കുടിച്ചപ്പോൾ മനസ്സിലായി, നിവിൻ അറിയാതെ പറഞ്ഞു. പെട്ടെന്ന് പല്ലവി ഞെട്ടി. പായസമോ? മോഹൻ ചോദിച്ചു. നിവിൻ എന്തു പറയണമെന്ന് അറിയാതെ കുഴങ്ങി. അതെ, പായസം. ഒരിക്കൽ നിത കൊണ്ടുവന്നു, മാധു ഉണ്ടാക്കിയത്. ഓ അങ്ങനെ. കുറേ നേരം സംസാരിച്ച് എല്ലാവരും കിടക്കാനായി പോയി. പല്ലവി ഒരു ജഗ്ഗിൽ വെള്ളവുമായി നിവിൻ്റെ മുറിയിലേക്ക് ചെന്നു. ദാ, വെള്ളം ഇവിടെ വച്ചിട്ടുണ്ട്. നിന്റെ റൂമാണോ അത്?
തൊട്ടപ്പുറത്തുള്ള റൂം ചൂണ്ടി നിവിൻ ചോദിച്ചു. അതെൻ്റെ റൂമല്ല, അച്ഛൻ്റെയാണ്. ഷോ, എനിക്ക് നിന്റെ റൂമിൻ്റെ അടുത്തുള്ള റൂം മതിയായിരുന്നു. അയ്യടാ, നല്ല ആഗ്രഹം. വേഗം ഈ വെള്ളം കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ മീറ്റിങ്ങിന് പോകേണ്ടതല്ലേ? എന്ത് മീറ്റിംഗ്? അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, പെട്ടെന്ന് വണ്ടി കയറി. അവൻ്റെ മറുപടി കേട്ട് പല്ലവി അതിശയം പൂണ്ടു. ശരിക്കും? അവള് വിശ്വാസം വരാതെ ഒന്നുകൂടെ ചോദിച്ചു. സത്യം. അവൾ ഓടിപ്പോയി അവൻ്റെ കവിളിലൊരു ചുംബനം നൽകി. ഇത്രയും ദൂരം താണ്ടി വന്നതിന് ഇതൊന്നും പോരാ. മിനിമം ഒരു ടൈറ്റ് ഹഗ്ഗും ഒരു ലിപ് കിസും എങ്കിലും വേണം. പോട്ടെ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യടാ, പോയി കിടന്നുറങ്ങടാ മിഠായി ചെക്ക. എടി, അവൻ അവളെ തന്നോട് വലിച്ചടുപ്പിച്ചു. അവളുടെ 2 കവിളുകളിലും ഓരോ ചുംബനം നൽകി. ഇനി ഉറങ്ങിക്കോളാം. അവൾ അവനെ തന്നെ നോക്കി നിന്നു. എൻ്റെ കൺട്രോൾ കളയാതെ. പോടി, പൊക്കോ, പോയി രക്ഷപ്പെട്ടു. അവൻ്റെ മറുപടി കേട്ട് അവൾക്ക് ചിരി വന്നു. റൂമിൽ പോയി കിടന്നപ്പോൾ അവൾ പ്രാർത്ഥിച്ചു, ഈ സ്നേഹം എന്നും തന്നോടൊപ്പം ഉണ്ടാകണേന്ന്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചായ ഇടാനായി അടുക്കളയിൽ കയറിയപ്പോൾ അച്ഛൻ അടുക്കളയിലുണ്ട്. ഇന്ന് അത് പതിവാണ്. അച്ഛൻ നേരത്തെ എഴുന്നേൽക്കും. രാവിലെ ഒരു കട്ടൻ കുടിച്ചൊരു പ്രഭാത സവാരി. അച്ഛൻ പോകാൻ റെഡിയായോ? ഞാൻ കുറച്ച് നടന്നിട്ട് പെട്ടെന്ന് വരാം. നീ നിവിനുണരുമ്പോൾ ചായ കൊടുക്കണം. അവൾ തലയാട്ടെ. അയാൾ പോയതും അവൾ ചായ ഇട്ട് നിവിൻ്റെ റൂമിലേക്ക് പോയി. അവൾ കുളിച്ച് ഈറനിൽ തോർത്ത് മുടിയിൽ കെട്ടി നിൽക്കുകയായിരുന്നു. ഒരു പച്ച പട്ടുപാവാടയാണ് അവളുടെ വേഷം. ആ വേഷം അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. നിവിൻ ആദ്യമായാണ് അവളെ ആ വേഷത്തിൽ കാണുന്നത്. തലയിൽ തോർത്തു ചുറ്റി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ നിവിനൊരു കുസൃതി തോന്നി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. ശേഷം അവളെ തൻ്റെ കരവലയത്തിലാക്കി അവളോട് പറഞ്ഞു, പിറന്നാൾ ആശംസകൾ എൻ്റെ പെണ്ണിന്. നിവിന് ഓർമ്മയുണ്ടോ? അവൾ അത്ഭുതമൂറി. പിന്നില്ലേ? ചുമ്മാ ആരോ പറഞ്ഞതാണ്. ആർക്കൊക്കെ അറിയാം. അത് ശരിയാണെന്ന് പല്ലവിക്ക് തോന്നി. കാരണം അധികം ആർക്കും തൻ്റെ പിറന്നാൾ അറിയില്ല. അമ്മ പോയതിനു ശേഷം തൻ്റെ പിറന്നാൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അടുത്ത സുഹൃത്തുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആരുമായും ഷെയർ ചെയ്തിട്ടില്ല. നിതയ്ക്ക് പോലും അറിയില്ല. അവൾ ഓർത്തു. പക്ഷെ നിവിനത് ഓർത്തു വെച്ചുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആദ്യത്തെ വിഷ എൻ്റെയാണോ? അതോ അച്ഛൻ കാലത്തെ വിഷ് ചെയ്തോ? അവളുടെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അച്ഛൻ ഒരിക്കലും ഈ ദിവസം മറക്കുന്നതല്ല. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ നിവിൻ ഇന്നലെ വന്നതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. എൻ്റെ ബർത്ത്ഡേക്ക് നീ എനിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ തന്നില്ലേ? ആ നിനക്ക് വേണ്ടി ഇവിടെ വന്നെങ്കിലും ഒരു ചെറിയ സർപ്രൈസ് ഞാൻ തരണ്ടേ? ശരിക്കും എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണോ നിവിൻ വന്നത്? ആണെന്ന് പറഞ്ഞില്ലേടി പെണ്ണേ. അവൻ മേശയിൽ നിന്നും ബാഗ് എടുത്തത് തുറന്നു. അതിൽ നിന്നും ഒരു ബോക്സും ഒരു ടെക്സ്റ്റൈൽ കവറും എടുത്തു. കണ്ണടയ്ക്ക്, അവൻ അവളോട് പറഞ്ഞു. ശേഷം ആ ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു ഡയമണ്ട് റിംഗ് എടുത്ത് അവളുടെ കൈകളിൽ അണിയിച്ചു. ലവ് ഷേപ്പിൽ ഡയമണ്ട് കല്ലുകൾ പതിപ്പിച്ച ഒരു ഗോൾഡൻ റിംഗ് ആയിരുന്നു അത്. അവനത് അവളുടെ വലത്തെ കൈയിലെ മോതിരവിരലിൽ അണിയിച്ചു. ശേഷം അവളെ ചേർത്ത് നിർത്തി ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.